ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി 2021 ഈ വൈറ്റില പാലം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത്. അന്നു മുതൽ ഇങ്ങോട്ട് ഗതാഗത കുരുക്കിൽ ശ്വാസം മുട്ടുകയാണ് വൈറ്റില ജംഗ്ഷൻ എന്ന് പറയാം. അശാസ്ത്രീയമായി നിർമ്മിച്ച തൂണുകൾ, വൈറ്റില ജംഗ്ഷനെ ആകെ നെടുകെ പിളർത്തുന്ന ട്രാഫിക് ഐലൻഡ്, ഇതൊക്കെ ഗതാഗതത്തെ താറുമാറാക്കുന്നു. ലേബിയും സജോയും വൈറ്റിലയിൽ നിന്ന് ചേരുകയാണ്. ലേബി, നമ്മൾ പലതവണ, എനിക്ക് തോന്നുന്നു ലേബി തന്നെ വൈറ്റിലയിലെ ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് പല റിപ്പോർട്ടുകളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗത മന്ത്രി ഇക്കാര്യം സമ്മതിക്കുകയാണ്. ആ പാലമാണ് അവിടുത്തെ പ്രശ്നമെന്ന്. അങ്ങനെയാണോ? എന്താണ് അവിടുത്തെ ഒരു നിലവിലെ സാഹചര്യം? വിനീത, നോക്കൂ, ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ജംഗ്ഷനാണ് വൈറ്റില ജംഗ്ഷൻ. ഇവിടെയാണ് ഈ പാലം ഇങ്ങനെ അശാസ്ത്രീയമായി വന്നിരിക്കുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ടാണ് കൊച്ചി നഗരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിൽ 4 പാലങ്ങൾ വന്നത്. ഇടപ്പള്ളി, പാലാരിവട്ടം, വൈറ്റില, കുണ്ടന്നൂർ. ഈ വൈറ്റില പാലം 2021 ജനുവരിയിലാണ് നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അന്നു മുതൽ ഇങ്ങോട്ട് എന്നും ഈ ഗതാഗത കുരുക്ക് കൊണ്ട് ഈ കൊച്ചി നഗരം വീർപ്പുമുട്ടുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനായ വൈറ്റില വീർപ്പുമുട്ടുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം, അന്ന് മെട്രോമാനായ ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവർ, വളരെ പ്രശസ്തരായവരൊക്കെ ഡിസൈൻ നൽകിയിരുന്നു ഈ പാലം നിർമ്മിക്കുന്നതിനായി. അതുമാത്രമല്ല, കൊച്ചി നഗരത്തിന്റെ പല വികസന പദ്ധതികൾക്കും ഡിസൈൻ തയ്യാറാക്കി നൽകിയിട്ടുള്ള ആർക്കിടെക്ട് ഗോപകുമാറിന്റെ ഡിസൈൻ ഉണ്ടായിരുന്നു. അതിലൊക്കെ വിനീത, ഏറ്റവും രസകരമായ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ നേടിയതാണ്. വളരെ സാധാരണക്കാരനായ നെട്ടൂർ സ്വദേശിയായ കൊച്ചി വികസന ജനകീയ സമിതിയുടെ ഒരു വക്താവ്, ഒരു ഷമീർ അബ്ദുള്ള തയ്യാറാക്കിയ ഡിസൈൻ പോലും അന്ന് വലിയ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതായത് ഏറ്റവും പ്രശസ്തനായ ഈ ശ്രീധരൻ മുതൽ വളരെ താഴെയുള്ള ശരാശരി മനുഷ്യർ വരെ ഇതിന്റെ ഡിസൈൻ തയ്യാറാക്കി അന്ന് കൈമാറിയിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെയാണ് അന്ന് ഇത്തരത്തിൽ അശാസ്ത്രീയമായി ഈ പാലം നിർമ്മിച്ചത്. അശാസ്ത്രീയം എന്ന് പറയുമ്പോൾ വിനീത ശ്രദ്ധിക്കുക, നോക്കുക അങ്ങോട്ട്. ഈ വൈറ്റില ജംഗ്ഷനെ നെടുകെ പിളർന്നുകൊണ്ടാണ് ഈ പാലം ഇങ്ങനെ കിലോമീറ്റർ അവിടെ നിന്ന് മുതൽ, അതായത് ഇടപ്പള്ളി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ചക്കരപ്പറമ്പ് കഴിയുമ്പോൾ മുതൽ തുടങ്ങുന്ന ഈ പാലം അങ്ങ് നേരെ ഈ വൈറ്റില ജംഗ്ഷനെ നെടുകെ പിളർത്തിക്കൊണ്ട് ഇത്തരത്തിൽ നേരെ ഈ പാലം വന്നിരിക്കുന്നു. ഈ പാലത്തിന്റെ ഏറ്റവും അശാസ്ത്രീയ നിർമ്മാണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഗതാഗത കുരുക്ക് എങ്ങനെ ഉണ്ടാകുന്നു എന്നുകൂടി മനസ്സിലാക്കാം. ഈ തൂണുകൾ, ഇതിനെക്കുറിച്ചാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞത്. ഈ തൂണുകൾ നോക്കുക, ഇത്തരത്തിലുള്ള തൂണുകൾ നിർമ്മിക്കുന്നു, എന്നിട്ട് തറനിരപ്പിൽ നിന്ന് 2 അടിയോളം ഉയരത്തിൽ ഇത്തരം ട്രാഫിക് ഐലൻഡുകളൊക്കെ ഉണ്ടാക്കി ഇതിങ്ങനെ പൊക്കിക്കെട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരു സിഗ്നലും പ്രവർത്തിക്കുന്നില്ല. സിഗ്നൽ രഹിത വലിയ പദ്ധതികളൊക്കെയാണ് ഈ ശ്രീധരനൊക്കെ വിഭാവനം ചെയ്തത്. സിഗ്നലൊന്നുമില്ലാതെ കറങ്ങി ഓരോ ഭാഗത്തേക്കും പോകുന്ന വലിയ ഡിസൈനൊക്കെ ഒന്ന് കൊടുത്തതാണ്. അതിന്റെ ഇതിലെ വഴിയുള്ള അണ്ടർപാസ് ഉണ്ടായിരുന്നു, ഇതൊന്നും ഉണ്ടായില്ല. ഇന്ന് ഇവിടം വഴി ഇതുപോലെ ഇങ്ങനെ ഏറ്റവും തിരക്കുള്ള ഗതാഗത തിരക്കുള്ള വൈറ്റിലയിൽ നോക്കു വിനീത, ഇതുപോലെ ഇവിടെ നിന്ന് നാടോടികൾക്കൊക്കെ വന്ന് ഇതുപോലെ വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമായി വൈറ്റില ജംഗ്ഷൻ മാറുകയാണ്. മൂക്ക് പൊത്താതെ ഇതുവഴി നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. എത്ര സ്ഥലമാണ് വെറുതെ കൊച്ചി നഗരത്തിന്റെ ഏറ്റവും ഹൃദയഭാഗം വൈറ്റില ജംഗ്ഷനിൽ കിലോമീറ്ററുകളോളം വെറുതെ കിടക്കുന്ന സ്ഥലം നോക്കുക. ആ തൂണുകൾ നോക്കുക. ഇതൊക്കെയാണ് അശാസ്ത്രീയ നിർമ്മാണമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇന്ന് പറഞ്ഞത്. അവിടെയും ഒരു അഭിപ്രായ വ്യത്യാസം സൂചിപ്പിച്ചുകൊള്ളട്ടെ വിനീത. ഇതിന്റെ നിർമ്മാണം നിർമ്മാണം തുടങ്ങിയത് 1ാം പിണറായി സർക്കാരാണ്. നിർമ്മാണം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് 2021 ജനുവരിയിലാണ്. ഓർക്കുക, ഈ സമയത്തെല്ലാം തുടർച്ചയായി നിയമസഭാംഗമായിരുന്ന കെ.ബി. ഗണേഷ് കുമാർ ഇത് തീരുമാനമെടുത്തപ്പോഴും ഇത് പ്രാവർത്തികമാക്കിയപ്പോഴും എല്ലാം നിയമസഭയിലുണ്ട്. ആ സമയത്തൊക്കെ വലിയ എതിർപ്പുകൾ ഇവിടുത്തെ അന്നത്തെ ലോക്കൽ MLA ആയിരുന്ന, ഈ സ്ഥലം MLA ആയിരുന്ന P.T. തോമസിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ എതിർപ്പുകൾ വന്നിരുന്നു. അതിനുശേഷം നിരവധി പ്രക്ഷോഭങ്ങളാണ് ഇവിടെ ജനപ്രതിനിധികളൊക്കെ നടത്തിയത്. ആ സമയത്തൊന്നും ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഇവിടെ പല തവണ ഗതാഗത മന്ത്രി ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഇവിടേക്ക് വന്നു പോയിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇപ്പൊ 2023 മുതൽ അദ്ദേഹം ഗതാഗത മന്ത്രിയാണ്. ഈ ഗതാഗത കുരുക്ക് വൈറ്റില ജംഗ്ഷനിൽ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഇതുവരെ ഒരു പരിഹാരം നിർദ്ദേശിക്കാത്ത മന്ത്രി ഈ സമയത്താണോ 2023 മുതൽ ഗതാഗത മന്ത്രിയായിരുന്ന കെ.ബി. ഗണേഷ് കുമാർ ഈ ശ്വാസം മുട്ടുന്ന, ഞാനും ഈ വൈറ്റിലയിൽ താമസിക്കുന്ന ഒരാളാണ് വിനീത, ശ്വാസം മുട്ടിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ ഇപ്പോഴാണോ മന്ത്രി കണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ വൈറ്റില ജംഗ്ഷനിൽ നിന്നുകൊണ്ട്. ശരി, പക്ഷെ ഇപ്പോഴെങ്കിലും കണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം ലേബി. കാരണം ഈ പാലം വന്നത് മുതൽ, അല്ലെങ്കിൽ പാലം വരുന്നതിന് മുൻപ് തന്നെ ആളുകൾ ഇതിലെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അന്നൊന്നും ഇത് ചെവിക്കൊണ്ടില്ല എന്നതാണ്. പക്ഷെ ഇപ്പോൾ അതിലൊരു പരിഹാരമാകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയാണ്.